ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ വീഡിയോയിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാംസിനെ കുറിച്ചുള്ള ഒരു ഹാൻഡ് ബുക്ക് പബ്ലിഷ് ചെയ്തേക്കാം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ തിയറി എക്സാമിൻ്റെ ഹാൻഡ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ന്യൂസിലാൻഡിൻ്റെ തിയറി എക്സാം എന്നും അത് ഏതൊക്കെ രീതിയിൽ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. തിയറി എക്സാം 2 പാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒന്ന് പാർട്ട് എയും രണ്ടാമത്തേത് പാർട്ട് ബിയും ആണ്. പാർട്ട് എ എന്ന് പറയുന്നത് മെഡിക്കൽ സേഫ്റ്റി ആയിരിക്കും, പാർട്ട് ബി നഴ്സിംഗ് നോളജും. ടോട്ടൽ ഒരു 120 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് MCQൻ്റെ എക്സാമിനകത്ത് ഉള്ളത്. 180 മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. പാർട്ട് എയിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 30 മിനിറ്റ് ആയിരിക്കും സമയം തരുന്നത്. പാർട്ട് ബി ആയ നഴ്സിംഗ് നോളജിൽ 108 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 135 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. തിയറി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് 15 മിനിറ്റുള്ള ഒരു സോഫ്റ്റ്വെയർ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കുന്നതാണ്. കാൽക്കുലേഷൻസ് വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് തന്നെ കാൽക്കുലേറ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. MCQ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, നമുക്കൊരു കൺഫർമേഷൻ ലെറ്റർ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടണം അല്ലേ. ആ ഒരു കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 6 months ആണ്. കൗൺസിലിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ മെയിലായിരിക്കും നിങ്ങൾക്ക് വരിക. ആ ഇൻവിറ്റേഷൻ മെയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് തിയറി എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു ഇൻവിറ്റേഷൻ വരുന്ന ലിങ്കിൻ്റെ വാലിഡിറ്റിയാണ് 6 months എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 6 monthsനുള്ളിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നെയിം ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് നഴ്സിംഗ് കൗൺസിലിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഫിഡവിറ്റോ മാരേജ് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഇതൊക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. തിയറി എക്സാം നടക്കുന്നത് പിയേഴ്സൺ വ്യൂ സെൻറ്ററിൽ തന്നെയാണ്. എക്സാം ഷെഡ്യൂൾ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പിയേഴ്സൺ വ്യൂവിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഏകദേശം ഓസ്ട്രേലിയൻ NCLEX-ആറിന് എഴുതുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും ന്യൂസിലാൻഡിൻ്റെ തിയറി എക്സാമിന്. എക്സാം ഡേറ്റ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ 48 hours മുമ്പെങ്കിലും പിയേഴ്സൺ വ്യൂവിനെ അറിയിക്കേണ്ടതുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയതായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ടോട്ടൽ 3 പ്രാവശ്യമാണല്ലോ ഈ തിയറി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അത് റീഷെഡ്യൂൾ ചെയ്യാനും വിട്ടുപോയെങ്കിൽ ആ ഒരു പ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതിനെ ഫെയിലായിട്ട് കൺസിഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് 2 attempts മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ 3 അറ്റംപ്റ്റിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് കുറഞ്ഞതായിട്ട് അവർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സാം ഡേറ്റ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കാൻ നോക്കുക. പിയേഴ്സൺ വ്യൂവിൻ്റെ സൈഡിൽ നിന്നും എക്സാം ഏതെങ്കിലും കാരണവശാൽ ക്യാൻസൽ ചെയ്താൽ അവർ നിങ്ങളെ നേരത്തെ ഇൻഫോം ചെയ്യുന്നതാണ്. പാർട്ട് എ മെഡിക്കേഷൻ സേഫ്റ്റിയിൽ മെഡിക്കേഷൻ ആൻഡ് ഫ്ലൂയിഡ് സേഫ്റ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ മെഡിസിൻ കാൽക്കുലേഷൻസും ഉണ്ടായിരിക്കും. പാർട്ട് ബി നഴ്സിംഗ് നോളജിൽ എത്തിക്കൽ ലീഗൽ സേഫ്റ്റി, കൾച്ചറലി സേഫ് കെയർ, ഡെലിഗേഷൻ, സൂപ്പർവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ലോങ് ടേം കണ്ടീഷൻ മാനേജ്മെൻറ്റ്, ഹെൽത്ത് പ്രൊമോഷൻ, ഇതൊക്കെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നൊരു ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതുണ്ട്. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴേക്കും പാസ്പോർട്ട് എന്തായാലും കയ്യിൽ കരുതണം. പാസ്പോർട്ട് മാത്രമല്ല, ഏതെങ്കിലും വേറൊരു ID പ്രൂഫും കൂടി വേണ്ടി വരും. പാസ്പോർട്ട് കൂടാതെ നിങ്ങൾക്ക് വേറൊരു ID പ്രൂഫിനകത്ത് നെയിമും സിഗ്നേച്ചറോ നെയിമും ഫോട്ടോയോ ഉള്ളൊരു ID പ്രൂഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ടോട്ടൽ അലോ ചെയ്തിരിക്കുന്ന ടൈമിനെക്കാട്ടിലും നേരത്തെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് എക്സിറ്റ് ആവാവുന്നതാണ്. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് 24 hours നിങ്ങൾക്കൊരു മെയിൽ വരും, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫർമേഷൻ മെയിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നത് MyIQNലായിരിക്കാം. ചിലപ്പോൾ മെയിലിലും കൺഫർമേഷൻ വരാൻ സാധ്യതയുണ്ട്. കൺഫർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് സ്കോർ എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പാസ്സാണോ ഫെയിലാണോ എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. മാർക്ക് എത്രയാണ് കിട്ടിയത് എന്നൊന്നും അവർ സ്കോർ കാർഡിൽ അല്ലെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്യില്ല. തിയറി എക്സാം പാസ്സായി കഴിഞ്ഞാൽ ക്ലിനിക്കൽ എക്സാമായ OSCE എഴുതാനുള്ളൊരു കൺഫർമേഷൻ കിട്ടും.
ഫെയിലായ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫെയിലായ പാർട്ട് ഏതാണോ അത് മാത്രമായിരിക്കും നിങ്ങൾ പിന്നീട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ആ ഫെയിലായ പാർട്ട് മാത്രം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത്ര ഡേയ്സ് കഴിഞ്ഞേ ഫെയിലായ മൊഡ്യൂൾ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എഴുതാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഫെയിലായ മൊഡ്യൂൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ഹാൻഡ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓസ്ട്രേലിയൻ എൻക്ലെക്സ് ആറിൻ്റെ ആ ഒരു അതുപോലത്തെയൊക്കെ തന്നെ ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം വരുന്നത്. ജൂൺ മുതലൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷനൊക്കെ നിലവിൽ വരാൻ പോകുന്നത്. കുറച്ച് പേരൊക്കെ എഴുതിയാലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ കോച്ചിങ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തിയറി എക്സാമിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡെസ്പ ഇൻ്റർനാഷണലെ കോൺടാക്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.